തിരുവനന്തപുരത്തെ ആശാ വർക്കർമാരുടെ സമരം തുടങ്ങിയ ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഡൽഹിയിലേക്ക് പോയിട്ടേയില്ല. സമരം ഒത്തുതീർപ്പാക്കിയിട്ടേ ഇനി തലസ്ഥാനത്തേക്കുള്ളൂ. സംസ്ഥാന സർക്കാർ തിരിഞ്ഞു നോക്കാത്ത സമരത്തിന് എല്ലാവിധ പിന്തുണയും സഹായവുമായി സുരേഷ് ഗോപി തിരുവനന്തപുരത്തുണ്ട്. രാജ്യസഭയിലെ സഹപ്രവർത്തകനും CPM അംഗവുമായ ജോൺ ബ്രിട്ടാസ് വെറുതെ സുരേഷ് ഗോപിയെ ഡൽഹിയിൽ തിരയേണ്ടതില്ല. കിട്ടിയ മുഴുവനുണ്ട്. എന്റെ മന്ത്രി, എന്റെ ആരോഗ്യമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ ആരോഗ്യമന്ത്രി പാർലമെന്റിൽ ഓൺ റെക്കോർഡാണ് പറഞ്ഞിരിക്കുന്നത്. This point of time, our share has been given to Kerala. The utilization certificate has not come. എന്താണോ നിയമപ്രകാരം കൊടുക്കേണ്ടത് അത് കൊടുത്തു കഴിഞ്ഞു. ഇനിയും കൊടുത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൊടുക്കണം. ബില്ലോ? ഇവരാരും ബില്ലാതനോ? ബില്ലൊന്നും വാങ്ങിക്കാറില്ല. നമ്മൾ പതിവുകാരായതുകൊണ്ട് വായിൽ എഴുതി കൂട്ടും. ആശാ വർക്കറെ സംബന്ധിച്ച് ഇന്നലെ JP നഡ്ഡ പാർലമെന്റിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം പൊതിഞ്ഞ സംസാരിച്ചത്. എന്താ പറഞ്ഞേ? യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. The utilization certificate has not come. അദ്ദേഹം തന്നെ ഡിപ്പാർട്ട്മെന്റ് പരിശോധിച്ചാൽ പോരെ? യഥാർത്ഥത്തിൽ കുടിശ്ശിക എത്രയാണെന്നുള്ളത് വ്യക്തമായിട്ട് കേരള സർക്കാർ പ്രതിപാദിച്ചിട്ടുണ്ട്. സർ, 2023-24 സാമ്പത്തിക വർഷം, അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശമാർക്ക് കൊടുക്കേണ്ടിയിരുന്ന 100 കോടി രൂപയിൽ 1 രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല. സർ, 1 രൂപ പോലും നൽകിയിട്ടില്ല. അല്ല, അതിനല്ലേ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന ആവശ്യപ്പെടുന്നത്. ആവശ്യപ്പെടാനൊന്നുമില്ല, കൊടുത്തേ പറ്റൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അടുത്ത ഗഡു വരൂ. എല്ലാ രംഗത്തും ഇപ്പൊ സർവശിക്ഷാ അഭിയാൻ സംബന്ധിച്ച് PMC പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് 800 കോടി രൂപ കേരളത്തിന് കൊടുത്തിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. ആശമാർക്ക് നൽകാൻ പണം കായ്ക്കുന്ന മരം കേന്ദ്രത്തിന്റെ പക്കൽ ഇല്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞല്ലോ. സംസ്ഥാനത്തിന് കൊടുക്കാൻ കുടിശ്ശികയുമില്ല. വേണമെങ്കിൽ ചില വാഗ്ദാനങ്ങൾ നൽകാം. വെറും വാഗ്ദാനങ്ങൾ മാത്രം. എല്ലാം ഇങ്ങോട്ട് കൊടുക്കണം, അവര് കൊടുക്കും. പക്ഷെ ഇങ്ങോട്ട് കൊടുത്താലേ കൊടുക്കൂ. അത് ന്യായം. കൊടുക്കാനുള്ളത് കൊടുത്തു, ഇനി കിട്ടാനുണ്ടെങ്കിൽ കണക്ക് തരാം. കണക്ക് കൊടുക്കില്ല, അതും അവരുടെ ന്യായം. ഇനി ഇതെല്ലാം അവിടെ നിന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അവരെ പണിയിൽ നിന്ന് പറഞ്ഞയക്കണമെങ്കിൽ അത് ഞങ്ങൾ തീരുമാനിക്കും. അത് എവിടുത്തെ ന്യായമാണ്? ഇവിടെ കയറി വന്ന് ന്യായോ അന്യായം പറയാൻ നമ്മളാരാണാവോ? നമ്മൾ വെറും വഴിവാക്കര്. പക്ഷേ മൊട കണ്ട എടപെടുവണ്ണ. ഇപ്പൊ പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇങ്ങനെ തമ്പടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മന്ത്രിക്കപ്പം വേറൊരു പണിയില്ലേ? അപ്പൊ അദ്ദേഹത്തിന് ഡൽഹിയിൽ ഒരു പണിയില്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ആ ഒരു സാന്നിധ്യം കൊണ്ട് അദ്ദേഹം അടിവരയിടുകയല്ലേ ചെയ്തത്. അവരെ നിയമിച്ചത് അവരെ പറഞ്ഞയക്കുന്നതും അവര്. പക്ഷെ എല്ലാം കൊടുക്കുന്നത് അവിടുന്ന് കൊടുത്തു. എവിടുത്തെ ന്യായമാണത്? കേശവപിള്ളച്ചേട്ടനിപ്പം എന്താ വേണ്ടേ? എവിടുത്തെ ന്യായമാണത്? അയ്യോ, അടുപ്പിക്കിടക്കുക വരുന്നുണ്ട് അമ്മാവാ. സുരേഷ് ഗോപി എൻ്റെ സുഹൃത്താണ്, സഹപ്രവർത്തകനാണ്. അദ്ദേഹം കഴിഞ്ഞ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു കാര്യത്തിൽ കാമ്പോ കഴമ്പോ ഉണ്ടെന്ന് അദ്ദേഹത്തിന്റെ പാർട്ടിയിലുള്ള ആൾക്കാർ വിശ്വസിക്കുന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇത് പെട്ടെന്ന് മരമൊന്നുമില്ല പണം കായ്ക്കുന്ന. പറഞ്ഞ് ഉടനെ ഇത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി എടുത്ത് എവിടുന്ന് കൊടുക്കും, അതൊക്കെ അവർക്ക് നോക്കണ്ടേ. അപ്പൊ നാരങ്ങളും വെറും വാഗ്ദാനം കിട്ടുകയില്ല. അതുകൂടെ മനസ്സിലായില്ലേ? വരും. നിങ്ങൾ പറഞ്ഞാൽ തള്ളാവില്ല, ഞാൻ പറഞ്ഞാൽ തള്ളായി പോകും. സുരേഷ് ഗോപിയെ കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പാർലമെന്റിൽ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റിട്ട് പറഞ്ഞല്ലേ, കേരളത്തിന് ഒരുപാട് ടൂറിസം സർക്യൂട്ട് അടുത്ത ബജറ്റിൽ വരാൻ പോവാണ്, 6 മാസം കാത്തിരിക്കുന്നില്ല പറഞ്ഞ്. 6 മാസം കഴിഞ്ഞ് പുതിയ ബജറ്റ് വന്നില്ലോടോ? വന്നില്ലേ? വല്ല ഉണ്ടോ? അപ്പൊ അതിനെ കുറിച്ച് മുട്ടുന്നുണ്ടോ? അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും കാര്യങ്ങളിൽ എന്തെങ്കിലും കഥയുണ്ട് എന്ന് അദ്ദേഹത്തിന് പോലും ബോധ്യമില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ കൂടുതൽ പീഡിപ്പിക്കാൻ പാടില്ല. അദ്ദേഹം അങ്ങനെ അങ്ങ് പറഞ്ഞ് പോയിക്കോട്ടെ. നിങ്ങൾ പറഞ്ഞാൽ തള്ളാവില്ല, ഞാൻ പറഞ്ഞാൽ തള്ളായി പോകും. പിന്നെ ആരോ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് രഞ്ജി പണിക്കരെ പോലുള്ള ആൾക്കാരുടെ അഭാവമുണ്ട്. അത് നിങ്ങൾ ഏതെങ്കിലും മാധ്യമ പ്രവർത്തകർ ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. നാട്ടിലായിരുന്നെങ്കിൽ രഞ്ജി പണിക്കർ സാറിനെ കൊണ്ട് എഴുതിക്കായിരുന്നു. അപ്പൊ എന്താ സന്തോഷ് പണ്ഡിറ്റ് മോശമാണോ?